ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഡേ 9 ആണ്, ധനകാന്തം ആണ്. അപ്പം ഓൾറെഡി നമ്മൾ ധനവുമായി ബന്ധപ്പെട്ട ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഡേ 9 എഗെയിൻ ധനകാന്തത്തെ പറ്റിയിട്ടാണ്. അപ്പം ഇവിടെയും എഗെയിൻ ആരുടെ നന്ദിനെ പറ്റി തന്നെയാണ് പറഞ്ഞത്, നമ്മൾക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ദാരിദ്ര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പരാതി പറച്ചിലാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സമൃദ്ധിയിലേക്ക് നയിക്കുന്നു, അഥവാ അബണ്ടൻസിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബില്ല് അടയ്ക്കാൻ നേരം നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്കൊരു വേവലാതിയായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ കറണ്ട് ചാർജോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെതോ എല്ലാം പെട്ടെന്ന് അല്ലെങ്കിൽ സ്കൂൾ ഫീസോ ഇങ്ങനെ പല രീതിയിലുള്ള ബില്ലുകൾ നമ്മൾ ഡെയിലി കൈകാര്യം ചെയ്യുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മാസം തോറും കൈകാര്യം ചെയ്തിട്ടുണ്ടാവാം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ബില്ലുകളൊക്കെ ആയാലും നമുക്ക് ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, അവിടെ ചെന്നിട്ട് ഭയങ്കര ടെൻസ്ഡായിരിക്കും, എത്ര ആകും എന്നുള്ള രീതിയിലായിരിക്കും ആ കൗണ്ടറിൻ്റെ അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ളായിരിക്കുന്ന പൈസയ്ക്ക് നന്ദി എന്നിട്ടുള്ള രീതിയിൽ മനസ്സിൽ പറയണം. കൗണ്ടറിലാണെങ്കിലും ഓൺലൈൻ വേണ്ടിയിട്ട് പൈസ അടയ്ക്കുവാണെങ്കിലും താങ്ക് യു എന്നിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുമ്പോഴാണെങ്കിലും എഴുതാവുന്നതാണ് ഈ സബ്ജക്റ്റ് ലൈനിൻ്റെ അവിടെ. ഇന്ന് എന്താണ് നിങ്ങൾക്ക് തരുന്ന ഡ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾഡായിട്ട് നേരത്തെ തന്നെ പേ ചെയ്തിട്ടുള്ള ബില്ലായിക്കോട്ടെ, ഇനിയും പേ ചെയ്യാനുള്ള ബില്ലായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആ ബില്ലൊരു 5 എണ്ണമെങ്കിലും എടുത്ത് വെക്കുക. നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, നിങ്ങളുടെ മക്കളുടെ സ്കൂൾ ഫീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെത്, അല്ലെങ്കിൽ നേരത്തെ കൊടുത്തതിൻ്റെതായാലും ആയിക്കോട്ടെ, പിന്നെ ഗ്യാസിൻ്റെ ബില്ല്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു 5 ബില്ല് നിങ്ങളുടെ കയ്യിലുള്ള ഓൾഡായാലും ഇനി ഫ്യൂച്ചറിൽ അടയ്ക്കാനുള്ളതായാലും എന്തും ആയിക്കോട്ടെ, അതിനകത്ത് നിങ്ങൾ താങ്ക് യു മണി എന്നിട്ട് എഴുതണം. താങ്ക് യു മണി എന്നിട്ടുള്ള രീതിയിൽ, അതായത് ആ ഒരു ബില്ല് എൻ്റെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ടാണ് എനിക്ക് അടയ്ക്കാൻ സാധിച്ചത്, സോ അതിന് ഞാൻ ശരിക്കും നന്ദി പറയുന്നു എന്നിട്ടുള്ള രീതിയിൽ ശരിക്കും അത് ചെയ്യണം. ഓൾറെഡി നമ്മളത് പേ ചെയ്തിട്ടുള്ളതാണെങ്കിൽ താങ്ക് യു പെയ്ഡ്, അടച്ചതിന് നന്ദി എന്നിട്ടുള്ള രീതിയിൽ വേണം എഴുതാൻ വേണ്ടി. അപ്പോൾ 2 കാര്യങ്ങൾ വേണം എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓൾറെഡി അത് അടച്ച ബില്ലാണ് എങ്കിൽ താങ്ക് യു മണി എന്ന് ഫസ്റ്റ് സെൻറ്റൻസ് എഴുതുക, എന്നിട്ട് ക്ലോസ് ചെയ്തതാണ് എങ്കിൽ താങ്ക് യു പെയ്ഡ് എന്നും പറഞ്ഞിട്ട് എഴുതുക. ഇനിയും അപ്പോൾ അങ്ങനെ 2 നോട്ട്സുകൾ വേണം അവിടെ എഴുതാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ ഏത് പോർഷനിൽ വേണമെങ്കിലും എഴുതാവുന്നതാണ്. ഓൾറെഡി അടച്ച ബില്ലാണെങ്കിൽ താങ്ക് യു പെയ്ഡ്, ഇനിയും അടയ്ക്കാനുള്ള ബില്ലാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് താങ്ക് യു മണി എന്ന് മാത്രം എടുത്തു വെക്കുക, എഴുതി വെക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാവുന്നതാണ്, ബില്ലടച്ചതിന് ശേഷം താങ്ക് യു പെയ്ഡ്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന പൈസ കൊടുക്കുമ്പോഴും വേവലാതിപ്പെട്ടിട്ട് കൊടുക്കരുത്. എന്തെങ്കിലും തീർന്നു പോകുമോ, ഇനി നാളത്തേക്ക് വരുമോ, അങ്ങനെയുള്ള വേവലാതികളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പറഞ്ഞിരിക്കുന്ന പൈസയ്ക്ക് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇങ്ങോട്ട് ലഭിക്കുന്ന സേവനങ്ങൾ ഉണ്ടല്ലോ. ഇപ്പം നമ്മൾക്ക് കറണ്ട് ചാർജ് അടയ്ക്കുമ്പോൾ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ആലോചിച്ച് നോക്കുക, അതുള്ളത് കൊണ്ടല്ലേ നമ്മുടെ വീട്ടിലെ ഓരോ ഉപകരണങ്ങളും വർക്ക് ചെയ്തത്. ഈ ടെലിഫോണിൻ്റെ ആണെന്ന സമയത്ത് വൈഫൈയുടെ ചാർജൊക്കെ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം സിനിമകൾ ഡൗൺലോഡ് ചെയ്തു, നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നോട്ട്സുകൾ വരുന്നു, അങ്ങനെ 100 കൂട്ടം ഫങ്ഷൻസ് ആണ് നമ്മുടെ വിരൽത്തുമ്പിൽ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാത്തിനും നിങ്ങൾ നന്ദി പറയുക. അപ്പം ഇങ്ങനെ നിങ്ങളും എന്തായി മാറും, ധനം ആകർഷിക്കുന്ന ഒരു കാന്തമായിട്ട് പയ്യെ മാറാൻ തുടങ്ങും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.